ഉഴുന്നുവടയൊക്കെ ആരളി ആദ്യം കണ്ടുപിടിച്ച? എന്റെ കൊച്ചച്ഛന്റെ ഇളയൊരച്ഛനാ. അളിയ ഇതൊക്കെ അങ്ങ് പ്രാചീന കാലം തൊട്ട് വന്നതല്ലേ. ആദ്യം ഉഴുന്നുവടയെന്നല്ലായിരുന്നു പേര്. പിന്നെന്തായിരുന്നു? മുളക് വട, രസവട, അരിവട, പൊരിവട. ആ നമ്മളിവിടെ പഴംപൊരി, ചിലയിടത്ത് വാഴയ്ക്കപ്പം, രതീഷ്, സതീഷ്, സുമേഷ്, അങ്ങനെ പലതൊക്കെ തിന്നാൻ പറ്റാത്തതാണല്ലേ ഞാൻ പുറത്തു പോവാത്ത. ഇതിന്റെ പുറത്ത് ലണ്ടൻ, മേട്ടുപ്ലയം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലെ. ആ അല്ലാതെ പണിയൊന്നും അവിടെ ആവാത്തോണ്ടല്ല. ഉഴുന്നുവട ചമ്മന്തി എന്റെ മച്ചാനെ സീനാണ്. എന്നാലും ഈ വടകൾക്കൊക്കെ ഇതാണ് ഷേപ്പ് എന്ന് ആരായിരിക്കും ആദ്യം കണ്ടെത്തിയ? ഉഴുന്നുവടയ്ക്ക് ഒരു ഓട്ട വേണം, ഉള്ളിവട ഇങ്ങനെ ഇരിക്കണം, വാഴയ്ക്കപ്പം നീണ്ടിരിക്കണം, ബോണ്ട സത്യല്ലേ ആലോചിച്ചിട്ടുണ്ടാ? ഇത്ര കറക്റ്റ് ഉരുണ്ട് ബാള് കണക്കിരിക്കുന്ന എന്ത് മനുഷ്യന്മാരാടാ ഇത്? തീറ്റയ്ക്ക് വേണ്ടി ജനിച്ചാടാ. ആരളിയ ഈ എണ്ണയൊക്കെ തിളപ്പിച്ച് ഇതിലിട്ടാണ് പൊരിക്കണെന്ന് കണ്ടുപിടിക്കുന്ന? അളിയ ഈ വടയൊന്നും കണ്ടെത്താത്ത നാളിലാണ് നമ്മൾ ജനിച്ചിരുന്നത്. നമ്മൾ ഇതൊക്കെ കണ്ടെത്തേണ്ടി വന്നേനാ. ഇതിപ്പോ വേറൊരാൾ കണ്ടെത്തിയിട്ട് നമുക്കിപ്പോ തിന്നാൻ പറ്റുന്നുണ്ട്. ഇതൊന്നും കണ്ടെത്താത്ത കാലത്ത് നമ്മൾ ഇത് കണ്ടെത്തേണ്ടി വന്നേനാ. എന്ത് ബാക്കിപ്പോളി ജീവിതം ഇത്. നമുക്കൊന്നും കണ്ടെത്തേണ്ടി വന്നില്ല. നമ്മളെ പൂർവികരെല്ലാം കണ്ടെത്തിയോണ്ടേ നമുക്ക് തിന്നാനുള്ള ഭാഗ്യം കിട്ടി. വി ആർ ലക്കി. സത്യം സത്യം. ഇവരെന്ത് കിടലാടാ. എന്റെ അമ്മ എങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റണേ? അമ്മ ഒരു 4 ചായ, കടുപ്പം കുറച്ച് മധുരം കൂട്ടിയാണ്. എനിക്കൊരു സ്ട്രോങ് കൂട്ടി മധുരം കുറച്ചൊരു ചായ. അമ്മ തേയില കുറച്ച്, പഞ്ചസാര കുറച്ച്, പാല് കുറച്ചൊരു ചായ, പിന്നെ ചൂടുകൂടെ കുറച്ചോ. നീ പറഞ്ഞ സാധനം എന്താ ആദ്യമേ ചൂടുവെള്ളം കൊടുക്കൂ? അല്ല, നീ പറഞ്ഞ സാധനമാണ് ഇത്. ഇത് ഒന്നും ഇട്ടിട്ടില്ല. നീ ഇന്ന് മോന്തിക്ക്. പിന്നെ അല്ല ഓരോ തേങ്ങകള്. ചേട്ടാ ഒരു ഷവർമ കേട്ടോ. മയണൈസ് കൂട്ടിയൊരു ഷവർമ, മയണൈസ് കുറച്ചൊരു ഷവർമ. ഒതന്റിക് ആയിട്ടുള്ള ഷവർമ ഉണ്ടാ ഇവിടെ? ഇല്ല. റൊമാനിയൻ ഷവർമ ഉണ്ടാ? ഇല്ല. ടർക്കിഷ് ഉണ്ടാ? അതില്ല. ഉസ്ബെക്കിസ്ഥാൻ ഉണ്ടാ? ഇല്ല. കസാഖിസ്ഥാനാ? ഇല്ല. ബംഗാൾ ഷവർമ ഉണ്ടാ? അതില്ല. കൊറേ എണ്ണം. 2 കോഴി വെച്ച് എങ്ങനെ ഷവർമ ഉണ്ടാക്കി പറ്റും? ഇവിടുത്തെ ഷവർമ എത്ര രൂപയാടാ? 15 രൂപ. 15 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെ വേണം? എനിക്കൊരു റൊട്ടീന്റെ അകത്ത് ചിക്കനും മുട്ടയും പൊരിച്ചങ്ങ് വായി വെച്ച് തിന്നാൻ മിണ്ടായിരുന്നു. ഇത് ആശ്ചര്യ ശബ്ദത്തിനല്ലേ? ഒതന്റിക് ടർക്കിഷ് വരട്ടെ. ഇവന്മാർക്കാണ് ഇത്ര കണ്ടന്റ് ഇട്ടേ. ചായ ഉസ്ബെക്കിസ്ഥാൻ ഷവർമ ആണോ? ഒരേ സമയം ഇവനെയും താറ്റും. ഇത് കറക്റ്റ് ബാബുവാണ് ഇവൻ കേട്ടാ. ഇവ കറക്റ്റ് ബാബുവാണ്. ഒരേ സമയം ഇപ്പൊ ഞാനും മെന്നി നിന്ന മെന്നിയുടെ കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് ചിരിക്കും, എന്റെ കാര്യം പറഞ്ഞ് മെന്നിയുടെ അടുത്ത് ചിരിക്കും. മനസ്സിലായ? ബാബുവാണത്. ഇത് ബാബുവാണിത്. നല്ല സോഡ നാരങ്ങ. സോഡ ഇല്ലാത്തൊരു നാരങ്ങയുള്ള, ഒരു സോഡ നാരങ്ങയുള്ള സോഡ ഒഴിക്കണ്ട. എന്തൊക്കെ പിള്ളേരല്ലേ? എനിക്കറിയാൻ മേക്കളെ. ഇവന്മാർക്ക് ഞാൻ ഒന്നടിച്ചാൻ കൊടുക്കും. അമ്മടുത്ത കളി. മറന്നണ്ടി സോഡ ഉണ്ടാ? കൊണ്ടുവരാ. മറന്നണ്ടി ഇടാതൊരു സോഡ ഇട്. നീ അവന്മാരോ അനിയനായിരുന്നു. കഴുത കളി, അതായത് ചീട്ട് കളി. ഞാൻ പള്ളിയിലൊക്കെ പോലെയാണ്. എനിക്കിത് ആറാമാണ്. ഇത് ചീട്ടുകളി ഇല്ല, കഴുത കളിയാ. ഇതില് എല്ലാ ആസും ക്യൂവും ഇത് ഞാൻ എങ്ങനെ കളിക്കാതിട്ട്? എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ. എനിക്കാടാ, ഞാൻ കളിച്ചോളാം. നിന്റെ ഷഫ്ലിംഗ് ഇട്ട് കണ്ടപ്പോഴേ എനിക്കറിയാം. ഞാൻ കളിക്കുന്നില്ല. എനിക്ക് ഞാൻ ഇടാം. നീയൊക്കെ തോട്ടെ. അതിനെ കഴുത ഹാഷർ മരിക്കണം. ആസുള്ളവനൊക്കെ കളി തുടങ്ങും. എടുത്തോണ്ട് പോടാ. താങ്ക് യു. കഴുതാ കളിക്കോ? ഏത് കഴുത? അല്ല കഴുതാ കളി. ഇവനെ പിടിപ്പിക്കാം, ഒന്ന് കാത്തിറക്കാം. നീ എന്നെ പിടിപ്പിക്കാൻ നോക്കുന്നല്ലേ? ഇന്ന് അതിന്ന് താഴെ വരണേ. അളിയന്നെ കാണുമല്ലേ അളിയാ? മണ്ടക്കിട്ട് കിട്ടി വിട്ടു. കഴുത കളിക്കുന്നവർക്ക് അറിയത്തുള്ളൂ. കള്ളക്കളി കളിക്കാൻ അവിടെ വന്നിരിക്കുന്നത്. ഇത് ഒന്നുമില്ല ഇവന്റെ. ഇതില് ഞാൻ പിടിപ്പിക്കും. കഴുത ഹാഷറിന്റെ കളി ഉമ്മരൊക്കെ കാണാൻ പോണേ ഉള്ളൂ. അടുത്ത വിട്ട് അടുത്തോ അവനുള്ള അളിയനങ്ങ് മേടിച്ചു.